ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ അദ്ദേഹം ഒരു തവണ മുന്നോട്ട് വച്ച ഒരു വെളിപ്പെടുത്തൽ വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിച്ചിരുന്നു. അത് ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട ഒരു വെളിപ്പെടുത്തലായി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ബി.ജെ.പിക്ക് കള്ളപ്പണം എത്തിച്ചു എന്ന് ഏതാണ്ട് തെളിഞ്ഞു കഴിഞ്ഞ ധർമ്മരാജൻ എന്ന കള്ളപ്പണക്കാരൻ ഷാഫി പറമ്പിൽ എന്ന അന്നത്തെ പാലക്കാട് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിക്ക് 4 കോടി രൂപ കള്ളപ്പണം എത്തിച്ചു നൽകി എന്നതായിരുന്നു ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷന്റെ വെളിപ്പെടുത്തൽ. ഈ വെളിപ്പെടുത്തൽ പതിവ് സുരേന്ദ്രന്റെ വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും പോലെ മാധ്യമങ്ങൾ ഏറ്റെടുത്തില്ല എന്ന് മാത്രമല്ല, ഇതിനർഹിക്കുന്ന ഒരു പ്രാധാന്യം അത് 2 തവണ ആവർത്തിച്ചുന്നയിച്ചിട്ടും കേരളത്തിലെ മാധ്യമങ്ങൾ നൽകുന്നത് നമ്മൾ കണ്ടില്ല. അതോടൊപ്പം 33 വർഷം പഴക്കമുള്ള ഒരു UDF ഭരണകാലത്തെ അഴിമതി കഥയും കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വിജിലൻസ് കോടതി വിധിയിലൂടെ ജനങ്ങളുടെ മുന്നിലേക്ക് കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. എന്നാൽ ഈ 2 വാർത്തകളും കൃത്യമായി മുക്കുന്ന ഒരു സമീപനമാണ് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്നും ഉണ്ടായത്. ഇപ്പോൾ ഈ വിഷയത്തിൽ ഈ 2 വിഷയങ്ങളും ചേർത്ത് വച്ചുകൊണ്ട് ഒരു ഗംഭീര കുറിപ്പുമായി CPM നേതാവ് MV ജയരാജൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ചില ചോദ്യങ്ങൾ കൂടി ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് MV ജയരാജൻ ഉന്നയിക്കുന്നുണ്ട്. MV ജയരാജന്റെ ആ കുറിപ്പ് നമുക്കൊന്ന് വേഗത്തിൽ പരിശോധിക്കാം. അഴിമതിയിലും കള്ളപ്പണത്തിലും മുന്നിൽ കോൺഗ്രസ് തന്നെ. പാലക്കാട് മുൻ MLA-യും ഇപ്പോൾ വടകര MP-യുമായ കോൺഗ്രസ് നേതാവിന് 4 കോടി രൂപ 2021 ഇലക്ഷൻ സമയത്ത് കള്ളപ്പണം നൽകി എന്ന ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷന്റെ വെളിപ്പെടുത്തൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ ബി.ജെ.പി സ്ഥാനാർത്ഥി ശരിവെക്കുക മാത്രമല്ല, ഇത്തവണയും കോൺഗ്രസുകാർ തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനത്തിൽ കള്ളപ്പണം എത്തിച്ചു എന്ന് പുതിയ വെളിപ്പെടുത്തലിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇക്കാര്യം തന്നെയാണ് LDF പരാതിയുമായി നേരത്തെ പറഞ്ഞത്. പാലക്കാടാണെങ്കിലും ബി.ജെ.പിയുടെ കള്ളപ്പണത്തിനെതിരെ കോൺഗ്രസ് ഒന്നും മിണ്ടുന്നില്ല. കൊടകരയിൽ കള്ളപ്പണം പിടിക്കപ്പെട്ടപ്പോഴും കോൺഗ്രസ് മൗനത്തിലായിരുന്നു. ഇത്തവണ ബി.ജെ.പി ഒരു വെല്ലുവിളി കൂടി നടത്തി. തങ്ങൾ നടത്തിയ വെളിപ്പെടുത്തൽ സത്യമല്ലെങ്കിൽ തങ്ങൾക്കെതിരെ മാനനഷ്ട കേസ് നൽകാൻ ധൈര്യമുണ്ടോ എന്ന് വടകര MP-യോട് ഒരു ചോദ്യവും ചോദിച്ചു. കൂടെ കിടക്കുന്നവർക്ക് മാത്രമേ രാപ്പനി അറിയൂ. തെരഞ്ഞെടുപ്പുകളിൽ കള്ളപ്പണം ഒഴുക്കുന്നവരാണ് കോൺഗ്രസും ബി.ജെ.പിയും. കള്ളപ്പണത്തോടൊപ്പം കോൺഗ്രസിന്റെ അഴിമതിയുടെ നാറുന്ന മുഖവും 2024 നവംബർ 12 വിജിലൻസ് കോടതി വിധിയിലൂടെ തുറന്നു കാട്ടപ്പെട്ടു. 33 വർഷം മുമ്പ് UDF ഭരണകാലത്ത് വൈദ്യുതി മന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാവ് CV പത്മരാജന്റെ അനുമതിയോടെ ബ്രഹ്മപുരം ഡീസൽ പ്ലാന്റിനു വേണ്ടി ആഗോള ടെൻഡർ വിളിക്കാതെ ഫ്രാൻസിലെ SCMP റിയലിസ്റ്റിക് കമ്പനിക്ക് കരാർ ഒപ്പിടുകയും 5 ഡീസൽ ജനറേറ്ററുകൾ ഫ്രാൻസിലെ SCMT പീൽസ്റ്റിക് കമ്പനിയുമായി കരാറിൽ ഒപ്പിടുകയും 5 ഡീസൽ ജനറേറ്ററുകൾ കൂടിയ വിലയ്ക്ക് വാങ്ങുകയും 1.39 കോടിയുടെ അഴിമതി വിജിലൻസ് കോടതി കണ്ടെത്തുകയും ചെയ്തതിനെ തുടർന്നാണ് കേസെടുത്തത്. പ്രതികൾ നൽകിയ വിടുതൽ ഹർജി വിജിലൻസ് കോടതി റദ്ദാക്കി. അതോടെ കള്ളൻ കപ്പലിൽ തന്നെ എന്ന് വ്യക്തമായി. അഴിമതി കേസിൽ കോൺഗ്രസ് നേതാവ് CV പത്മരാജൻ പ്രതിയായതുപോലെ കള്ളപ്പണ കേസിൽ ഷാഫി പറമ്പിലും പ്രതിയാകേണ്ടതല്ലേ? വളരെ നിർണായകമായൊരു ചോദ്യമാണ് MV ജയരാജൻ അവസാനം ചോദിക്കുന്നത്. ഇപ്പോൾ വിജിലൻസിന്റെ അഴിമതി കേസിൽ മുൻ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരുന്ന CV പത്മരാജൻ പ്രതിയായതുപോലെ ഷാഫി പറമ്പിൽ കള്ളപ്പണം കടത്ത് കേസിൽ അറസ്റ്റിലാവേണ്ടതല്ലേ? അറസ്റ്റ് ചെയ്യേണ്ടത് ED-യാണ്, കേന്ദ്ര സർക്കാരാണ്. പക്ഷേ നിശബ്ദത മാത്രമാണ് നമുക്ക് ഇരുഭാഗങ്ങളിൽ നിന്നും കേൾക്കാനാവുന്നത്. സാധാരണ കോൺഗ്രസ് ബി.ജെ.പിക്കെതിരെ ഞങ്ങളൊരു തുറന്ന യുദ്ധം നയിക്കുകയാണ് ദേശീയാടിസ്ഥാനത്തിൽ എന്നാണ് അവകാശപ്പെടുന്നത്. എന്നാൽ ഇത്ര ഗുരുതരമായ ഒരു ആരോപണം ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഷാഫി പറമ്പിലിനെതിരെ ഉന്നയിച്ചിട്ടും പാലക്കാട് മണ്ഡലത്തിലെ ബി.ജെ.പി സ്ഥാനാർത്ഥി ആ ആരോപണം ഏറ്റുപിടിച്ചിട്ടും അതിനൊരു മറുപടി നൽകാൻ പോലും കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നില്ല എന്നിടത്ത് ബി.ജെ.പി കോൺഗ്രസ് ബന്ധം വ്യക്തമാകുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കോൺഗ്രസിന് പാലക്കാട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന ഘട്ടം മുതൽ ആരംഭിക്കുന്നതാണ് അവരുടെ പ്രതിസന്ധി. കാരണം കോൺഗ്രസിന്റെ പാലക്കാട് DCC
BJPയെ പരാജയപ്പെടുത്തേണ്ട മണ്ഡലമെന്ന നിലയിൽ, BJPയുമായി നേർക്കുനേർ പോരാട്ടം നടക്കുന്ന മണ്ഡലമെന്ന നിലയിൽ ഐക്യകണ്ഠേന ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നു. ആ സ്ഥാനാർത്ഥിയെ അവർ നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്തിരുന്നു കേന്ദ്ര നേതൃത്വത്തോട്. അത് കെ മുരളീധരനായി. അതിനെ വെട്ടിക്കൊണ്ട് പത്തനംതിട്ടക്കാരനായ ഷാഫി പറമ്പലിന്റെ നോമിനി രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് കളത്തിലിറക്കിയത് BJPക്ക് ഒരു ഈസി വാക്ക് ഓവർ നൽകാനാണ് എന്ന് ആദ്യം ആരോപിക്കുന്നത് പീസരനായിരുന്നു. പിന്നാലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവായിരുന്ന പാലക്കാടുകാരൻ AK ഷാനിബും സമാനമായൊരു ആരോപണം ഉന്നയിച്ചു. അതായത് എല്ലാവരും കരുതുന്ന പോലെ തൃശൂർ പാലക്കാട് ഡീൽ മാത്രമല്ല, ഒരു ആറന്മുള ഡീൽ കൂടി ഇതിന്റെ പിന്നിലുണ്ടെന്നായിരുന്നു AK ഷാനിബിന്റെ ആരോപണം. ആ ആറന്മുള ഡീൽ മറ്റൊന്നുമല്ല, പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ തോറ്റുകൊടുക്കുന്നു, BJP ജയിക്കുന്നു, അവരുടെ നിയമസഭയിലെ നേമത്ത് പൂട്ടിപ്പോയ അക്കൗണ്ട് വീണ്ടും പാലക്കാടിലൂടെ തുറക്കുന്നു. പകരം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം നാടായ പത്തനംതിട്ടയിലെ ആറന്മുളയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുന്നു. അവിടെ BJP രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് മറിച്ച് നൽകുന്നു. ഇതായിരുന്നു കോൺഗ്രസിന്റെ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവായിരുന്ന AK ഷാനിബിന്റെ വെളിപ്പെടുത്തൽ. അതിന് പിന്നാലെയാണ് K സുരേന്ദ്രന്റെ ഷാഫി പറമ്പലിനെതിരായ കള്ളപ്പണ ആരോപണവും വരുന്നത്. ഇതിനോടെല്ലാം മൗനം പുലർത്തുക മാത്രമാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും തുടരുന്ന ശൈലി. എന്തായാലും ഈ വെളിപ്പെടുത്തലുകളും ഈ നിമിഷം പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളുമൊക്കെ തന്നെ കോൺഗ്രസിന് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നൽകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.